ജ്യോതിഷ പന്തിയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 മെയ് മാസം 24 മുതൽ 30 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 10 മുതൽ 16 വരെ 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ അത് 2.25 നക്ഷത്രം വീതം 12 രാശികളായിട്ട് തിരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക, അത് സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുവാനാണ് സൂചന. സഹോദര കാരകനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കൂടാതെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അവിടെ വിജയമുണ്ടാകത്തക്ക രീതിയിൽ ആദിത്യനും ബുധനും അവിടെ നിപുണയോഗം രാജയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ വിജയങ്ങൾ വന്നു ചേരും. അത് ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. യാത്രാമധ്യയൊക്കെ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വാക്ക് സാമർഥ്യം കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. അത് ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും മറ്റ് ഊഹാപോഹ കച്ചവടങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വൻ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഈ ആഴ്ച സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. പഠനകാര്യത്തിൽ അധിക സമയം പഠനത്തിനായിട്ട് ചിലവഴിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനോ ഒക്കെ അവസരം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ ഏത് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധികൾ വന്നിച്ചു. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ദൈവാധീനമുണ്ട്. രാശിയുടെ അധിപൻ ധനസ്ഥാനാധിപനുമായിട്ട് പരിവർത്തന മഹായോഗത്തിൽ നിൽക്കുന്ന ഒരു ആഴ്ചയാണ്. രാശിയിൽ അവിടെ പൂർണ്ണ ബലവാനായിട്ട് 5ാം ഭാവാധിപത്യവും 2ാം ഭാവാധിപത്യവുമുള്ള ആ ബുധൻ നിൽക്കുകയാൽ ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾ, അതായത് വിദ്യാർത്ഥികളായാലും മധ്യവയസ്കരായാലും യുവതീ യുവാക്കളായാലും ഒക്കെ വളരെ വിജയങ്ങൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഒരു ആഴ്ച. വിദ്യയുടെ കാരകനാണ് അവിടെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത്. അത് വിദേശത്ത് പോകുന്നതിനോ സ്വദേശത്ത് PSC പോലെയുള്ള ടെസ്റ്റുകളോ മറ്റ് ഏജൻസികൾ മുഖാന്തരമുള്ള ലിമിറ്റഡ് കമ്പനികളിലേക്കൊക്കെയുള്ള ഇൻ്റർവ്യൂവിൽ പാസ്സാകുക, ടെസ്റ്റുകൾ പാസ്സാകുക, അങ്ങനെയൊക്കെ യോഗങ്ങൾ വന്നു ചേരും. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. കരാർ ഉടമ്പടികളിൽ പുതിയ പുതിയ എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുക, സ്വന്തം നാട് വിട്ടോ വിദേശത്തോ ഒക്കെ പര്യടനം നടത്തുവാൻ വേണ്ടി പോകുന്നതിന് ആവശ്യമായ ചില കരാർ ഉടമ്പടികളിലും വാക്ക് കൊടുക്കുന്നതിനും ഒക്കെ അവസരം വന്നു ചേരും. വാക്കിൻ്റെ സ്ഥാനത്ത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുമ്പോൾ വാക്ക് സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അഡ്വക്കേറ്റുമാർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സംഗീതജ്ഞർ, അങ്ങനെ പോകുന്നു ആ ശൃംഖല. അവർക്കൊക്കെ അധികാരം അല്ലെങ്കിൽ അഭിവൃദ്ധികൾ, പ്രസിദ്ധികൾ ഒക്കെ വന്നു ചേർന്ന് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം. അത് അവസരങ്ങൾ വന്നു ചേരും. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ മിഥുനം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ജന്മത്തിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ആ വ്യാഴത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. കൂടാതെ 5ാം ഭാവാധിപത്യം കൂടിയുള്ള 12ാം ഭാവാധിപൻ കൂടിയാണ് 5ാം ഭാവാധിപത്യം കൂടിയുള്ള ആ ശുക്രൻ അത് ലഗ്നത്തിൽ, അതായത് മിഥുനൻ രാശിയിൽ തന്നെ ആ ചന്ദ്രക്കൂറിൽ തന്നെ സ്ഥിതി ചെയ്തു.
വ്യാഴവും ശുക്രനും അത് ലക്ഷ്മി നാരായണ യോഗമാണ്. പല വിധത്തിലും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നിച്ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ചേരും. കണ്ടകശിനിയൊക്കെ ഉണ്ട്. ആയതിനാൽ അലസത മാറ്റിവെച്ച് ഉന്മേഷത്തോടുകൂടി കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്ത ബോധം മനസ്സിലാക്കി പ്രവർത്തിക്കുക. വിജയങ്ങൾ താനേ വരും. അത് സ്വന്തം നാട് വിട്ടു പോകുന്നതിനൊക്കെ ഒരു പഠിക്കാനായാലും തൊഴിൽ സ്ഥാനത്ത് വിജയങ്ങൾ വന്നിരിക്കുക. ഇപ്പോൾ സ്വന്തം നാട് വിട്ട് വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ആണെങ്കിൽ തന്നെ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ 12ാം ഭാവാധിപൻ അവിടെ രാശിയിൽ ഉണ്ട്. അപ്പോൾ 11ാമിടത്ത് നിൽക്കുന്ന സ്വക്ഷേത്ര ബലവാനായ ചൊവ്വയാണ്. ഭൂമി വന്നു ചേരുക, വാഹനം വന്നു ചേരുക, ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുക, കാർഷിക രംഗത്ത് നിന്ന് വിജയങ്ങൾ ഉണ്ടാകുക, വാഹന സംബന്ധമായ വിജയങ്ങൾ ഉണ്ടാകുക. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് അലസത വിട്ട് പ്രവർത്തിച്ച് വിജയിക്കുവാൻ പറ്റുന്ന ഒരു ഉന്മേഷമൊക്കെ വന്നു ചേർന്ന് ഒക്കെ സാധിക്കും. ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആഴ്ച. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കഷ്ടതകളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ പര്യാപ്തമായ രീതിയിൽ ഒരു ജോലി കിട്ടുവാൻ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അത് എന്ത് തൊഴിലുകൾ ചെയ്യുന്നവരായാലും ഭൂമി വന്നു ചേരുക, അതുപോലെ തന്നെയാണ് ഗൃഹം പുതുക്കിപ്പണിയുക, പുതിയ ഗൃഹം വാങ്ങുക, വാഹനം വാങ്ങുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസ്, അങ്ങനെ അധികാരത്തോടു കൂടിയ പവറുള്ള ഗവൺമെൻറ്റിലായാലും രാഷ്ട്രീയ രംഗത്ത് പദവികൾ അലങ്കരിക്കുന്നവർ, പദവിയിലൊക്കെ ഇരിക്കുന്ന സാമൂഹികവും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അധികാരങ്ങൾ വന്നു ചേർന്ന് നല്ല രീതിയിൽ ജനസേവനം ചെയ്യുന്നതിനും അതുമൂലം പേരും പ്രസിദ്ധിയും വന്നു ചേരുവാനൊക്കെ ഈ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട്. 11ാമിടത്ത് ബുധൻ നിൽക്കുന്നു. അതൊക്കെ വളരെ നല്ലതാണ്. ആദിത്യൻ അവിടെ നിൽക്കുന്നു വാക്കിൻ്റെ സ്ഥാനത്ത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിച്ച് കൂടെ നിർത്തി വിജയം വരിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും പറ്റും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരുവാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അലോസരതകളോ ഒക്കെ ഉള്ളവർ അത് വർദ്ധിക്കാതെ നോക്കണം. കഴിവതും നയവും കഴിവും സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിത പങ്കാളിയുമായിട്ടും കുടുംബത്തും ഒക്കെ ഉണ്ടാകുവാൻ പരസ്പരം പിണക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. അതായത് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ അനിഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലുള്ള അനിഷ്ടാവസ്ഥകൾ വളരെ സ്നേഹിച്ചിരുന്ന ദീർഘകാലമായിട്ട് ഉത്തമ കുടുംബജീവിതം നയിച്ചിരിക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക ഒക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും പൊതുവെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നിച്ചേരും. അതുപോലെ തന്നെ തൊഴിലിനായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി, അതായത് PSC ഒക്കെ അപ്പോയിൻമെൻറ്റ് കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. ചിങ്ങം രാശിയുടെ 10ാം ഇടം, അത് തൊഴിൽ സ്ഥാനം. അവിടെ ആദിത്യൻ, അധികാരത്തിൻ്റെ ഗ്രഹമായ ആദിത്യനും വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനും ഉദയസ്ഥാനാധിപത്യം കൂടി വഹിച്ചാണ് നിൽക്കുന്നത്. സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ ആധിപത്യം കൂടെ വഹിച്ച ആ ബുധൻ നിപുണയോഗപ്രദനായിട്ട് അധികാരത്തിൻ്റെ ഗ്രഹത്തോട് യോഗം ചെയ്താണ് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രമോഷൻ വന്നു ചേരും. സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അതിനൊരു പുരോഗതി വന്നു ചേരുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും അവർക്കും അധികാരത്തോടുകൂടിയ ഒരു പ്രമോഷൻ വന്നു ചേരുക, ശമ്പള വർധനവ് വന്നു ചേരുക, അങ്ങനെയൊക്കെ വരുവാൻ യോഗമുണ്ട്. അത് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് വരാം. അപ്പോൾ
ഉദ്ദേശിച്ച രീതിയിലുള്ള വേതനം ലഭിച്ചില്ല എന്നുള്ള പരാതി ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാകാം. പിന്നീട് അതൊക്കെ നന്നായി വരും. കുടുംബപരമായിട്ടും പൊതുവെ നല്ല ഐശ്വര്യമുള്ള കാലം. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന കന്നി രാശിക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. കണ്ടകശനിയൊക്കെ ഉള്ളതിനാൽ പൊതുവെ ഐശ്വര്യ അഭിവൃദ്ധിക്കായിട്ട് അലസത വിട്ട് പ്രവർത്തിക്കണം. ഉന്മേഷത്തോടുകൂടി അന്നെന്നുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. നാളത്തേന് മാറ്റിവെക്കുകയോ നമ്മുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ കഴിവതും ചെയ്യാതിരിക്കുക. തൊഴിൽ സ്ഥാനത്ത് ശുക്രൻ സ്ഥിതി ചെയ്യും. അപ്പോൾ ശുക്രൻ നല്ല അനുഗ്രഹം തരുന്ന രീതിയിൽ ലക്ഷ്മി നാരായണ യോഗത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള അഭിവൃദ്ധികൾ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും കലാരംഗവുമായി ബന്ധപ്പെട്ടോ കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് അനുകൂലമാണ്. അതായത് ഉപകരണ സംഗീതമായാലും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും സ്റ്റേജ് പ്രോഗ്രാം ആയാലും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരോ പാചകകലയുമായി ബന്ധപ്പെട്ടോ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, അങ്ങനെ പോലെ ഡിസൈനിങ് ചെയ്യുന്നവർ, കളർ ചെയ്യുന്നവർ, അങ്ങനെ നിരവധി ആൾക്കാരാണ് അങ്ങനെ ആ ലിസ്റ്റിലുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല അഭിവൃദ്ധികൾ തൊഴിൽ രംഗത്ത് വന്നു ചേരും. അതിനുള്ള ഭാഗ്യവുമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് അവിടെ ആദിത്യനും ബുധനും കൂടി നിൽക്കുന്നു. തൊഴിൽ സ്ഥാനാധിപനാണ് ബുധൻ. അത് നിഗുണയോഗത്തോടുകൂടി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് വളരെ ദീർഘനാളുകളായിട്ടൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് പോലും കിട്ടുവാൻ നല്ല ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. കുടുംബത്തെ പൊതുവെ സമാധാനവും സന്തോഷകരവുമായിരിക്കും. ദീർഘനാളുകളായിട്ടൊരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്കൊരു വാഹനം വന്നു ചേരുകയോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദൈവാധീനമുണ്ട്. 9ാം ഭാവം ഏറ്റവും വലിയ ഭാഗ്യഭാവമാണ്. അവിടെയാണ് സർവേശ്വരകാരകനും അതുപോലെ തന്നെ രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രനും കൂടി ചേർന്ന് ലക്ഷ്മി നാരായണ യോഗത്തിലാണ് നിൽക്കുന്നത്. അത് വളരെ ഐശ്വര്യപ്രദമാണ്. ഈ ആഴ്ച അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ നിങ്ങളെ തേടിയെത്തും. അത് ചിലപ്പോൾ ഒരു ലോട്ടറിയുടെ രൂപത്തിലാകാം, ദീർഘനാളുകളായിട്ട് കിട്ടാതിരിക്കുന്ന ഒരു കുറിച്ചിട്ടി അടിക്കുന്നതിനോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒരു സമ്പത്ത് വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രീതിയിൽ പഠിച്ച വിദ്യയ്ക്കനുസരിച്ചൊരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ അതുമൂലം അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സ്വന്തം നാട് വിട്ടു പോകുന്നതിനും ജോലി സമ്പാദിക്കുന്നതിനും പുതിയ വിദ്യാ മേഖലയിലേക്ക് കടക്കുന്നതിന് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ ഈ തുലാം രാശിക്കാർക്ക് യോഗമുണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ്. രാശിയുടെ അധിപൻ 6ാം ഭാവത്തിൽ അനിഷ്ടത്തിൽ നിൽക്കുന്നു. 5ൽ നിൽക്കുന്നതോ ശനി, 4ൽ കേതുവും, സപ്തമഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നതും അത്ര നല്ലതല്ല. സപ്തമഭാവത്തിൻ്റെ കൂടി അധിപനായിരിക്കുന്ന ശുക്രനും വ്യാഴവും ഒക്കെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുള്ള മനക്ലേശങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഇടപാടുകാരും ഒക്കെ ആയിട്ട് കൃത്യനിഷ്ഠ പാലിക്കാൻ വരാതെ വരികയോ ചില അലോസരതകൾ ഉണ്ടാകുന്നതിനോ സഹായിക്കാമെന്ന് പറഞ്ഞവർ നിസ്സഹകരണം കാണിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും തൊഴിൽ സ്ഥലത്തും ഒക്കെ ഒരു നിസ്സഹകരണമൊക്കെ ഉണ്ടാകാം. അതിനെ ഏറ്റവും പ്രധാനമായിട്ട് വിജയിക്കുവാൻ വേണ്ടത് ക്ഷമ, വിട്ടുവീഴ്ച, തൊഴിൽ രംഗത്ത് കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുക. ഒരു കാരണവശാലും ജോലി നഷ്ടപ്പെടുവാനൊന്നും ഉള്ള സാഹചര്യം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. എത്ര അധ്വാന ഭാരമൊക്കെ വർദ്ധിക്കുന്നതിനും അതിനനുസരിച്ചെന്ന ജോലിക്കനുസരിച്ച്
വേതനം കിട്ടിയില്ല എന്നൊക്കെ ഒരു മനോവിഷമമൊക്കെ ഉള്ള കാലമാണ്. കടം വീടുന്നില്ല, മക്കളെ കൊണ്ട് ദുരിതം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് ദുരിതം, സഹോദരങ്ങളുമായിട്ട് ദുരിതം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. ധാരാളം ആൾക്കാർ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ജപവും ധ്യാനവും ഒക്കെ വർദ്ധിക്കുക, ദാനധർമാദികൾ ചെയ്യുക, ദോഷങ്ങളൊക്കെ മാറും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, കുടുംബത്ത് പൊതുവെ സന്തോഷകരമായി, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. അതുപോലെ തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നിച്ചേരുക. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. അതായത് സപ്തമഭാവം, ദാമ്പത്യഭാവത്തിൽ അവിടെ വ്യാഴവും ശുക്രനും കൂടി സ്ഥിതി ചെയ്യുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുണ്ട്. പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്കായാലും ഒരുമിച്ച് കൂടുന്നതിന് ഒരു സാഹചര്യം ഒത്തുവരുവാൻ ഈ ആഴ്ച യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് വളരെ കാര്യക്ഷമതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമാണ്. തൊഴിൽ സ്ഥാനാധിപന്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് കടങ്ങളൊക്കെ അധികം വർദ്ധിപ്പിക്കാതെ നോക്കണം. അതുപോലെ തന്നെ കരാറുടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി വേണം കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാനായിട്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അനിവാര്യമാണ്. പ്രധാനമായിട്ട് കടങ്ങൾ വർദ്ധിക്കാതെ നോക്കണം. അതായത് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അത് കലയുടെ കാരകനും അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെ കാരകത്വം ഒക്കെയുള്ള ശുക്രൻ 6ൽ അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ കടങ്ങളൊക്കെ വർദ്ധിക്കാം. അത് അധികം വർദ്ധിക്കാതെ നോക്കുക. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടുപോകുന്നതിനുള്ള സൂചനയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നിച്ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ചേരുവാൻ യോഗമുണ്ട്. പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനൊക്കെ വളരെ ദീർഘനാളുകളായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സ്ഥലം കെട്ടിടം കിട്ടുക, അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ കിട്ടുക, അങ്ങനെ ഒക്കെയുള്ള നല്ല വർക്കേഴ്സിനെ കിട്ടുക, അത് അതിൻ്റെ വർക്ക് അറിയാവുന്നവർക്ക് നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടുക, അങ്ങനെയൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് മകരം രാശിക്കാർക്ക് വളരെ ഉത്തമമാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്ന, അതായത് വിദേശത്തൊക്കെ പോകുവാൻ വേണ്ടിയോ അല്ലാതെ നമ്മുടെ നാട്ടിലോ ഒക്കെ ഗവൺമെൻറ് ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും ഊരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുവാൻ ഭാഗ്യവും ദൈവാധീനവും നല്ലതുപോലെയുള്ള ഒരു ആഴ്ചയാണ്. എങ്കിലും രാശിയിൽ അവിടെ രാഹു സ്ഥിതി ചെയ്യുകയും 2ാമത്തെ ധനസ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നതിനാൽ അധിക ധനച്ചെലവുകളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ധനപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവരും ഉത്തരവാദിത്തത്തോടുകൂടി ധനം കുടുംബകാര്യങ്ങളിലൊക്കെ ഏറ്റെടുത്തോ സ്ഥാപനങ്ങളുടെ കാര്യമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവർ ധനം പാഴായി പോകാതെയും അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുവാനൊക്കെ സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ സാമ്പത്തിക സന്തുലിതാവസ്ഥ ഉണ്ടാകുകയുള്ളൂ. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കൾക്കൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. കുടുംബത്ത് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും. പരീക്ഷകളൊക്കെ പാസ്സാകുന്നതിനൊക്കെ യോഗമുണ്ട്. പഠിക്കുവാനൊക്കെ നല്ല ഉത്തരവാദിത്വ ബോധം വന്നു തുടങ്ങുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും പുതിയ ജോലികളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ അധികാരങ്ങളൊക്കെ വന്നു ചേരുന്നതിനോ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനുമൊക്കെ നല്ല ഒരു അവസരമാണ്. അത് നിപുണ യോഗമുള്ളതിനാൽ കഴിവ് തെളിയിക്കുവാനും അതുമൂലം പ്രൊമോഷനൊക്കെ വന്നു ചേർന്ന് ശമ്പള വർധനമൊക്കെ ലഭിക്കുവാനൊക്കെ നല്ല ഐശ്വര്യപൂർണമായ ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർ
ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് രാശിയിൽ തന്നെ ജന്മത്തിൽ അവിടെ ശനി സഞ്ചരിക്കുകയാണ്. 7.5 ശനിയുടെ ജന്മത്തിലെ സഞ്ചാരം ആരോഗ്യപരമായിട്ടും പല വിധത്തിലുമുള്ള കഷ്ടനഷ്ടങ്ങൾ, സാമ്പത്തിക മേഖലകളിലോ ആരോഗ്യപരമായിട്ടോ മറ്റ് നിയമപരമായ പ്രശ്നങ്ങൾ, ശത്രുശല്യം വർദ്ധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. തൊഴിൽ നഷ്ടപ്പെടുക. അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മുക്തി കിട്ടത്തക്ക രീതിയിലാണ് ഈ ആഴ്ചത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി. ധനസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നതിനാൽ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ചെലവിനനുസരിച്ച് ധനം വന്നു ചേരുവാനും യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് ഒരു അഭിവൃദ്ധികൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. പുതിയ ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ അനുകൂലമാണ്. ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അതുപോലെ തന്നെ പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. തൊഴിൽ ഭാവത്തിലേക്ക് ശുക്രനും വ്യാഴം അവിടെ രാശ്യാധിപനാണ്. രാശ്യാധിപനായിരിക്കുന്ന വ്യാഴവും ശുക്രനും കൂടി തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അഭിവൃദ്ധികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുവാനും യോഗമുള്ള ഒരു അവസരമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. സന്തോഷകരമായ ജീവിതം, കുടുംബജീവിതം വന്നു ചേരും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് ജപധ്യാനാദികൾ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ചെയ്യുകയും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക, അഭിവൃദ്ധികൾ വന്നു ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിഷയം, ദുഃഖത്തിൻ്റെയോ ദുരിതത്തിൻ്റെയോ അല്ലെങ്കിൽ സാധിക്കേണ്ട വിഷയം എന്തുമാകട്ടെ, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അത് രേഖപ്പെടുത്തി എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. പൂജയൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങൾ അറിയുക, കഷ്ടത ഉള്ള കാര്യങ്ങൾക്ക്, അതായത് തൊഴിൽപരമായിട്ടോ വിവാഹ തടസ്സമോ മറ്റ് വിവാഹ പൊരുത്തം നോക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഗ്രഹനിലയൊക്കെ വിശദമായിട്ട് വിശകലനം ചെയ്ത് നോക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.